ഫുഡ് യമ്മിയാണ്, പക്ഷെ എല്ലാവർക്കും കഴിക്കാൻ തന്നിട്ടില്ല. അവൾ ഈ പ്ലേറ്റ് മാത്രമാണ് ഉള്ളത്. ഫുഡ് കൊണ്ടല്ലേ ഒരു ദിവസം നല്ലത് പറഞ്ഞിട്ടുണ്ടാവല്ലോ. അമ്മ റൂമിൽ വന്ന് പറയാ, അമ്മ യൂട്യൂബൊക്കെ കാണിച്ചിട്ട് ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്, അത് ടേസ്റ്റ് വായിൽ വെക്കം മാറിയെന്നാണ്. നീ സത്യം പറയും ഫ്രാങ്ക്ലി, ഫുഡ് ടേസ്റ്റ് ആയിട്ടുണ്ടോ ഇല്ലയോ? പിന്നെ ഉമ്മ എന്താ പറയുന്നത് ടേസ്റ്റ് ഇല്ലാന്ന്? ഹലോ, വെൽക്കം ബാക്ക് ടു മലബാർ മഞ്ചത്തി യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഇന്ന് എൻ്റെ സിസ്റ്റർ ബാംഗ്ലൂരിൽ നിന്ന് വന്നതാണ്. ഓൾറെഡി ഞാൻ വ്ളോഗിലൊക്കെ ഇട്ടിട്ടുണ്ട്. സോ അവൾ അബുദാബിയിൽ നിന്ന് ഒരു ലാസ്റ്റ് 2020 5 years ആയി അബുദാബിയിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ ഞാൻ ഫ്രൈഡേ എപ്പോഴും ഇക്കാക്ക് വേണ്ടി ഗീ റൈസ് ആൻഡ് ചിക്കൻ കറി വയ്ക്കട്ടോ. അപ്പോൾ ആ ഒരു ഗീ റൈസ് ആൻഡ് ചിക്കൻ കറിയാണ് സിസ്റ്റർ ഇന്ന് ചോദിക്കുന്നത്. ആ ഒരു ഗീ റൈസ് ആൻഡ് ചിക്കൻ കറി എനിക്ക് ഉണ്ടാക്കിയത് ഏറ്റവും അവൾക്ക് ഇഷ്ടമാണ്, അത്ര ഫേവറേറ്റ് ആണ് അത്ര. അപ്പോൾ അത് സിമ്പിളായിട്ട് എല്ലാവർക്കും ബാച്ചിലറായിട്ട് ഉണ്ടാക്കാൻ പറ്റാവുന്ന, ഞാൻ ഫസ്റ്റ് അബുദാബിയിലേക്ക് പോകുന്ന സമയത്ത് ഈസി ആയിട്ട് കുക്കിംഗ് ചെയ്യുന്ന ആ ഒരു സമയത്താണ് ആ ഒരു ഗീ റൈസ് ആൻഡ് ചിക്കൻ കറി ഉണ്ടാക്കിയത്. സോ ആ ഒരു വീഡിയോസാണ് കേട്ടോ, അവരുടെ ഒരു സിമ്പിൾ കുഞ്ഞ് റെസിപ്സാണ്. സോ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ സപ്പോർട്ടൊക്കെ ഏറ്റവും വലിയ ഗിഫ്റ്റാണ് എനിക്ക്. പിന്നെ സൺഡേ ആണ്, മടി പിടിച്ച ദിവസമാണ് കേട്ടോ. ഇനി എവിടെയും പുറത്ത് പോകുന്നില്ല, വാഷാണ്, എവിടേക്കും പുറത്ത് പോകാനില്ല, വീട്ടിൽ തന്നെ ഫുഡ് നിങ്ങൾ ഉണ്ടാക്കാൻ. അപ്പോൾ കൊറിയൻഡർ ലീവ്സ് പറയാൻ തുടങ്ങിയിട്ട് 1 മണിയായി, 1.5 മണിക്കൂർ ആദ്യം തുടങ്ങി മോനോട് കൊറിയൻഡർ ലീവ്സ് കൊണ്ടുപോകാൻ എന്നുള്ളത്. ഓക്കെ, പിന്നെ രണ്ടാമത്തെ പരിപാടി എന്താണെങ്കിൽ ഇവിടെ ലോക്കറ്റ് ഇരിക്കുകയാണ്, കുട്ടീൻ്റെ വർക്കാണ്. ഫുഡ് കവർ വെയിറ്റ് ചെയ്തിട്ട് പോയത്. പിന്നെ വായി തുറന്ന് പറഞ്ഞതാണ് എന്താ ഗീ റൈസ് ആൻഡ് ചിക്കൻ കറി ഉണ്ടാക്കുന്നില്ലെന്ന്. ഓൾറെഡി ഇഡലിയും കടലക്കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് അവർ അഡ്ജസ്റ്റ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. ഉച്ചയ്ക്ക് അതന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇന്ന് സൺഡേ അല്ലേ, ഈവനിങ് ടൈം എന്തെങ്കിലും. നമ്മൾ മാത്രമല്ലല്ലോ, വേറെ ആളില്ലല്ലോ, ഞാൻ ഏട്ടത്തി ഉമ്മ മാത്രമാണ് വീട്ടിലുള്ളത്, പിന്നെ കുട്ടിയല്ല. ഇവിടെ വറങ്ങാൻ പോയിരിക്കാൻ പറ്റില്ല, ഡോർ അടച്ചിട്ടാണ് ഇരിക്കുന്നത്. അവരൊക്കെ ഓരോ ആൾ വിളിക്കണമെങ്കിൽ ടെൻ വാതിലെടുക്കണം. എൻ്റെ റൂമിൽ മാത്രം ഞാൻ ലോക്ക് ഇടാതെ പറഞ്ഞതാണ്. ഏത് സമയത്ത് നോക്കിയാലും ഉമ്മാക്കും കയറി വരാം, ഏട്ടത്തിക്കും കയറി വരാം. ഇവരുടെ റൂമിൽ പോകണമെങ്കിൽ ഞാൻ 100 തവണ വാതിലെടുക്കണം. ഉമ്മാൻ്റെ റൂം ഓപ്പൺ ആണ്, എപ്പോഴും ഓപ്പൺ ഉണ്ടാവും. ഏത് സമയം കയറി വരാം, കയറി പോകും. രാത്രി ഉറങ്ങുമ്പോൾ മാത്രം ലോക്ക് ഇടുള്ളൂ. ഇവരുടെ റൂം എനി ടൈം നോക്കാം. ഇപ്പൊ നോക്കാം, ചിത്തേഷ് പിടിക്കട്ടോ, ചൂടാവും. ചിക്കൻ കറിയാ ഇത് നോക്കിയിട്ട് ഇത് നല്ല രസം. ആരെങ്കിലും വന്ന് അവള് വർക്കാൻ നിൽക്കുന്നതാണ് കുട്ടീനെ. നിന്നെ ആന്റി ബ്രീസ് എന്ന് പറഞ്ഞു. ആന്റി നീ ബ്രീസാണോ കുഞ്ഞു? ആണോ? സംഭവം എന്താ വെച്ചാൽ, എപ്പോഴും കൊത്തമ്പരി ചൊപ്പ്, അതായത് മല്ലിച്ചൊപ്പ് ഉണ്ടാവും. ഇന്ന് ഞാൻ കുക്കിംഗ് ആക്കുന്ന ദിവസത്തെ ഷോപ്പിൽ മല്ലിച്ചൊപ്പില്ലാണ്, എന്നാൽ ഷോപ്പൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. ഇനി രണ്ടാമത്തെ വിവരമെന്ന് വെച്ചാൽ ഇത് റാഗിയാണ് കേട്ടോ. ഇത് ഭയങ്കര ഹീറ്റാണ് മാംഗ്ലൂർ, അറിയാമല്ലേ. അപ്പോൾ റാഗി ജ്യൂസ് കുടിക്കണം. അപ്പോൾ പാല് അപ്പോൾ പാല് നിർബന്ധമായിട്ട് വേണം. ഓൾറെഡി കഴുകി വെച്ചതാണ് കേട്ടോ, ചിക്കൻ കഴുകി വെച്ചിട്ടുണ്ട്. പൊട്ടിക്കല്ല, കത്തിക്കണം. നമ്മൾ പരിപാടിക്ക് ആണ് ഞാനിവിടെ നിങ്ങളെ വീഡിയോ എടുക്കുന്ന ആലോചിച്ചു. ഇവിടെ വെച്ച് നോക്കണം കേട്ടോ, വീടൊക്കെ വൃത്തിയാക്കണം, അതാണ് ദേഷ്യപ്പെടുന്നുണ്ടാവും. ഓക്കെ, നമ്മളെ കുക്കിങ്ങിൻ്റെ നോക്കാം. വയർ നിറക്കുന്നത് തന്നെ ഇതാണ്. ഇതൊന്നും ഞാനിവിടെ 1 kg കൊണ്ടാണ് വയ്ക്കട്ടെ. ഈ സാധനം ഇവിടെ ഉള്ളി കട്ട് ചെയ്തിട്ടുണ്ട്, തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിൻ്റെ ജിഞ്ചർ ആൻഡ് ഗാർലിക് പേസ്റ്റ് റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ വീട്ടിലത്തെ മുയിജലി കട്ട് ചെയ്ത് വെച്ചതാണ്, അല്ലെ മുയിജ്? ഇത് മുയിജലിയാണല്ലേ കട്ട് ചെയ്ത് വെച്ചത്, പൊട്ടാറ്റോ. പിന്നെ ഉരിയൊക്കെയാണ്. ഇവനക്ക് എന്തെങ്കിലും സ്നാക്സ് കഴിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഞാനിത് ഈ സാധനം ഉണ്ടോ കൊണ്ടുവന്നത്. ഇതിൽ നല്ലൊരു സ്നാക്സ് ഏട്ടത്തിൽ ഉണ്ടാക്കും, വൈറൽ സ്നാക്സ് ആണ്. അത് ഞാൻ നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് കൊക്കനട്ട് ഓയിലാണ് വാങ്ങിച്ചു കൊടുക്കുന്നത്. ഇഷ്ടമാണ് ജിഞ്ചർ ആൻഡ് ഗാർലിക് പേസ്റ്റ് ഇഷ്ടമാണ്. അപ്പോൾ ഫൈനൽ നമ്മൾ ഓയിൽ ചൂടാണ്. ഓനിയന് കുറച്ച് ഞാനിവിടെ പിങ്ക് സോൾട്ടാണ് കേട്ടോ. ഉമ്മാക്ക് ഇതുള്ളത് കൊണ്ടുവന്നല്ല, ബീഫില്ല, ബീഫ് പ്രോബ്ലമൊന്നുമില്ല, ഷുഗറിൻ്റെ മാത്രമാണ്. അപ്പോൾ ഞാൻ സോൾട്ടിൻ്റെ കാര്യം കുറച്ച് ടേക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഓനിയനൊന്ന് ഫ്രൈ ആവുന്നവരെ ഞാനിവിടെ ഈ സൈഡിൽ ഗീ റൈസ് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടോ, ഫ്രൈ ആയിക്കൊണ്ട് വെച്ചാണ് കേട്ടോ.
പിന്നെ ഇതിലിപ്പോൾ ഞാനിടുന്നത് കുറച്ചുണ്ട്, അതായത് ഓഫ് ഓയിൽ കുറച്ച് ഞാനൊരു ജിഞ്ചർ ആൻഡ് ഗാർലിക് പേസ്റ്റാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. കുക്കറിലാണ് കേട്ടോ വയ്ക്കുന്നത്. കുറച്ച് ഓയിൽ വെച്ചു. ഓയിൽ വെച്ചിട്ട് കുറച്ച് സോൾട്ട് ഇട്ട് കൊടുക്കട്ടെ. കുറച്ച് സോൾട്ട് ഇട്ടു. കൈയിറങ്ങിൻ്റെ സോൾട്ട് ഇട്ടോ. കുറച്ച് ക്ലോസ് ആണ് കേട്ടോ. ഇതിലേക്ക് മുട്ടയുടെ കരിക്ക് മുട്ട് അങ്ങനെയാക്കി സ്മെല്ല് കാണും. പിന്നെ ഏലക്കില്ല ഇവിടെ. ഉരുളിലിട്ട് കൊടുത്തു. അതാണ് ഒരേ കിച്ചൺ എന്താണെന്ന് അറിയോ, ഒരാൾ മാത്രമേ ഹാൻഡിൽ ചെയ്യണം കേട്ടോ. ഒരുപാട് ആൾക്കാർ വന്നിട്ട് ഹാൻഡിൽ ചെയ്യണം. നമുക്ക് വെച്ച ഐറ്റംസ് ഒന്നും ഇവിടെ കിട്ടാറില്ല. അതുകൊണ്ട് ഞാൻ ഏറ്റവും എൻ്റെ വീട്ടിലെ കിച്ചൺ ഞാൻ ഒറ്റ ഹാൻഡിൽ ചെയ്യാൻ നോക്കുന്നു. സമയത്തിന് ഉമ്മക്ക് ഞാൻ ഉണ്ടാക്കുന്ന അത്ര ഫുഡ് ഇഷ്ടമല്ല. ഉമ്മക്ക് ഉമ്മ ഉണ്ടാക്കുന്ന ഫുഡ് മാത്രമാണ് ഉമ്മക്ക് ഇഷ്ടം. നമ്മൾ ഗീ റൈസ് വാട്ടർ ഒന്ന് ഒഴിച്ച് കൊടുക്കട്ടെ. അപ്പോൾ ഇതൊന്ന് പതക്കട്ടെ കേട്ടോ. കുറച്ച് ഓണിയനൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. ഇത് മതിർക്കും, ഒരുപാട് ഓണിയൻ ഇട്ടാൽ കറി മതിർക്കെന്ന് പറയുന്നവർക്ക് പറയാനുണ്ട്. ഇത്ര വേവണം കേട്ടോ, ഇത്ര വേവണം. കാശ്മീരി ചില്ലിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അവിടെ കൈയിൻ്റെ അളവ് കേട്ടോ, എനിക്കതിൽ കൈ അളവ് പറയാം. 1.5 kg ചിക്കനാണ്, അതായത് 2 kg ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മല്ലിപ്പൊടിയാണ്, കൈയിലകളാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ഇലവാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് തക്കാളിൻ്റെ അതിലേക്ക് എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ, ഇത് കോറിയൻഡർ ലീവ്സ് ആണ് കേട്ടോ. കോറിയൻഡർ ലീവ്സ് ആണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇത് വാട്ടർ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ വാട്ടർ ഒഴിച്ചിട്ട് നല്ലോണം ഒഴിപ്പിക്കാൻ വിടാം. വിട്ടിട്ട് ഇതിലേക്ക് നിൽക്കാം. അപ്പം ഞാനിവിടെ കയ്യിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അരി കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇപ്പോൾ ഞാൻ അരിയിട്ട് കൊടുത്തു. കുറച്ചാണ് കേട്ടോ, ഫുള്ളോണം വെന്തിട്ടുണ്ട്. ടൊമാറ്റോ, തക്കാളി, ഓണിയനൊക്കെ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ചിക്കനാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ചിക്കൻ ഇവിടെ ഞാൻ 1.5 kg എടുത്തിട്ടുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കട്ടെ. ഒന്നും വാങ്ങണ്ട കുഞ്ഞ് കേട്ടോ, എല്ലാം വീട്ടിലുണ്ടോ. ഇതാ കുക്കിംഗ് ഉണ്ടാക്കും, വയറ്റിൽ ഫുള്ളാക്കി തരും. ഒന്നും വാങ്ങണ്ട. എന്താ കുട്ടികൾ കണ്ടില്ലേ ഗൈസ്, എൻ്റെ കുട്ടികൾ വലുതാ ഏട്ടാ. വീട്ടിലേക്ക് സാധനങ്ങൾ എന്ത് വാങ്ങണമെന്ന് ചോദിക്കുന്നേ. ഇങ്ങനെയുള്ള കുട്ടികൾ കിട്ടോ? ഞാൻ എന്താ വാങ്ങേണ്ടത്, എന്താ വാങ്ങിക്കൊണ്ടുവരേണ്ടതെന്ന്. അപ്പൊ ഞാനൊരു നല്ല ലക്കി മദർ പറയാം, ലക്കിസ്റ്റ് മദർ. കാരണം കുട്ടികളെ എന്നെ മനസ്സിലാക്കിയിട്ട് എനിക്ക് വീട്ടിലേക്ക് സാധനങ്ങൾ കൊണ്ടുവരാന്ന് പറയുന്നത് ആണ്. പിന്നെ ഒന്നുമില്ല കഴിച്ച് ഇവിടെ തന്നെ അടുത്തൊരു ഷോപ്പ് ഉണ്ട് കേട്ടോ. അവിടുന്ന് പാല് കഴിക്കും. ഞാൻ ഒരു പാക്കറ്റ് പാൽ കൊണ്ടുപോയി മോയ്സ്, ഒരു പാക്കറ്റ് മോർ കൊണ്ടുപോകാം മോയ്സ്. ഇല്ലെങ്കിൽ ഒരു അത്യാവശ്യം സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി വയ്ക്കാം. അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ മുട്ടായി ഉണ്ടാവും. അതിനിപ്പോൾ എന്തിനാ, അവനക്ക് എന്തെങ്കിലും മുട്ടായോ തിന്നാൻ എന്തെങ്കിലും കൊതിയായാല് അപ്പോഴേക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു ചോദിക്കും, ഉമ്മച്ചി എന്ത് വാങ്ങണം ഉമ്മച്ചി, എന്ത് വാങ്ങണം ഉമ്മച്ചി, ആ പോകുമ്പോൾ അത് കൊണ്ടുപോകാന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ ലേസ്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഷോപ്പിൻ്റെ ആളോട്, ലേസ് കുട്ടികൾക്ക് കൊടുത്തയക്കരുത് എന്ന് പറഞ്ഞിട്ട്. കാരണം ലേസ് അവർ കഴിക്കും. 5 രൂപ 10 രൂപ മുട്ടായാണ്, അത് കഴിച്ചാലോ. പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ വയറുവേദന അത് വേദന എന്ന് പറഞ്ഞ് പോകേണ്ടി വരും. അതിനാണ് ബെറ്റർ കുട്ടികൾക്ക് ലേസൊക്കെ കൊടുക്കാതെ വീട്ടിലുള്ള ഹെൽത്തി ഫുഡ് ചൂസ് ചെയ്യാൻ നോക്കാം. ഇപ്പൊ മല്ലിയില ഇല്ല ഷോപ്പിലൊക്കെ. അപ്പോഴേക്ക് ഞാനിതിവിടെ പുതിന ലീവ്സ് കൊണ്ടാണ് വയ്ക്കാന്ന്. ഒരു സൈഡിൽ ഞാൻ എന്താ പറയുക ചിക്കൻ കറിയും വെച്ചിട്ടുണ്ട്. അതായത് ചിക്കൻ കറിയും പിന്നെ ഗീ റൈസ്. ഫുഡ് കഴിക്കാൻ ഒരുപാട് ടൈം ആവുന്നുണ്ട്. അപ്പൊ ഞാനിപ്പോ റാഗി ജ്യൂസ്, ഇനി കുട്ടികളെ പാല് കഴിച്ചിട്ടൊക്കെ സമയം കിട്ടൂല. പെട്ടെന്നൊക്കെ കാര്യങ്ങൾ കഴിയണം. അപ്പോഴേക്ക് ഞാനിവിടെ മിന്റ് ലീവ്സിന്റെ ആൻഡ് ടൊമാറ്റോ വിത്ത് ക്യാരറ്റ് ജ്യൂസ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. കാരണം ഇല്ലെങ്കിൽ കട്ടനാണ് ബെസ്റ്റ്. നോക്കാം എന്തെങ്കിലും ചെയ്യാം. അപ്പൊ കട്ടൻ വയ്ക്കാം, ഇല്ലെങ്കിൽ കോഫി വയ്ക്കാം. എനിക്ക് ഗീ റൈസ് ആൻഡ് ചിക്കൻ കറിയുടെ കൂടെ കോഫി, കട്ടൻ അങ്ങനെയൊക്കെ കുടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് പറയാട്ടില്ലെങ്കിൽ ലെമൺ ടീ, മിന്റ് ലെമൺ ടീ വയ്ക്കാം. മിന്റ് ഓൾറെഡി ഉണ്ട്, അപ്പൊ മിന്റ് ലെമൺ ടീ വയ്ക്കാം, അതാണ് ബെറ്റർ. പിന്നെ കുറച്ച് ഞാൻ ഷുഗർ ആഡ് ചെയ്യാം കേട്ടോ മിന്റ് ലെമൺ ടീ കുടിക്കുമ്പോൾ. പിന്നെ ചായക്ക് നമ്മൾ ഓൾറെഡി ചായക്ക് പാത്രം ഫിനിഷാണോ, ഏത് പാത്രം എടുക്കണമെന്ന് അറിയില്ല. അപ്പൊ ഓക്കെ, നമ്മുടെ ചിക്കൻ ഉണ്ട്, വാട്ടറിലെ പാത്രമുണ്ട്. അപ്പോൾ ഞങ്ങൾക്കൊന്ന് കുക്കിംഗ് ആവുന്നവരെ ഞാനൊന്ന് കുക്കിംഗ്, അതായത് അത് വേവുന്നവരെ ഒന്ന് കിച്ചണൊന്ന് ക്ലീൻ ആക്കാൻ ഇട്ടാവും. അപ്പോൾ 2 പണിയൊക്കെ അവിടെ തന്നെ ഫിനിഷ് ആവും. ഞാനിവിടെ സംസാരിച്ചു കൊണ്ടിരുന്നാലും കുക്കിംഗ് അവിടെ കഴിയും, പണി ഇവിടെ ബാക്കിയാവും. ഇവിടെ കിച്ചൺ ക്ലീൻ ആക്കുന്ന മുമ്പായിട്ടൊന്ന് ഇവിടെ മിന്റ് ലീവ്സിൻ്റെ ടീ, അതായത് കട്ടൻ ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ എനിക്ക് മിന്റ് ഫ്ലേവർ ഇഷ്ടമാണ്. ഇവിടെ വേവാനായിട്ടാണ് കുറച്ചെല്ലാമാണ്
കുക്കറിൽ 2-3 വിസിലാവുന്നവരെ വെയിറ്റ് ചെയ്യും. കുടിക്കോ കസർക്ക് പാൽ വീട്ടിട്ട് ബേക്കറി ഫ്രിഡ്ജിൽ ബേക്കറി അവിടെ ബേക്കറാ ഭയങ്കര പാലം തരില്ല നമ്മളുടെ പോലെ കോസ്റ്റല്ല ചീപ്പാണ്. കറി വേവാനായി. ഇനി ഇതിലേക്ക് മിൽക്ക് ലീവ്സിൻ്റെ ഇത് കുറച്ചാണ് ഇങ്ങനെ ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ചൊപ്പിലും കാവില്ല. എൻ്റെ കറീൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞ ചൊപ്പാണ്. അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ, സത്യ ടേസ്റ്റാണ്. പക്ഷെ നിങ്ങളൊക്കെ ഇങ്ങനെ അല്ലല്ലേ ടേസ്റ്റ് നോക്കുന്നത്, നിങ്ങളുടെ രീതിയിൽ ടേസ്റ്റ് ഞാൻ നോക്കുന്നത് പറയുന്നത്. ഇങ്ങനെ എടുക്കുക, സ്പൂണുകൾ ഇങ്ങനെ ഊതി കൊടുക്കുക, ഇങ്ങനെ എടുക്കുക. അടിപൊളി. ഇതൊക്കെ നിങ്ങളെ മുമ്പിൽ നിങ്ങളുടെ രീതിയിലാണ് ഞാൻ കാണിക്കുന്നത്. അപ്പം എൻ്റെ രീതിയിൽ എങ്ങനെയാണ് ഞാൻ നോക്കുന്നത് പറഞ്ഞാൽ ഇങ്ങനെ എടുക്കും. ഇങ്ങനെയാണ് ഞാൻ നോക്കുന്നത്. അപ്പം എനിക്ക് 2 ഫേസ് ഉണ്ട്. നിങ്ങളുടെ മുമ്പിൽ വേറെ ഫേസ്, ഇവിടെ വേറെ ഫേസ്. മതി, ഒരുപാട് പറഞ്ഞ് വരപ്പിക്കുന്നില്ല. നിങ്ങൾ വരപ്പിക്കാൻ വേണ്ടി ഞാൻ ആറും വന്നു. നിങ്ങൾ ഞാൻ ഉണ്ടാക്കിയ ചിക്കൻ കറി ഉണ്ടല്ലോ ഗൈസ്, നിങ്ങൾ ലൈഫിൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ചെയ്ത് പറയൂ എങ്ങനെ ഉണ്ടെന്നുള്ളത്. ഫുഡ് ലൈഫിൽ ഇതുപോലത്തെ ഒരു ഫുഡ് നിങ്ങൾ വീട്ടിൽ നിങ്ങൾ ഭാര്യമാർക്കോ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്താലുണ്ടല്ലോ, അവർ പറയും വാ യു ആർ മൈ ബെസ്റ്റ് ഹസ്ബൻഡ്. ഇത്രയും ഒരു രുചികരമായ ടേസ്റ്റിയായ ഫുഡ് എൻ്റെ ലൈഫിൽ ഞാൻ കഴിച്ചിട്ടുണ്ടാവില്ല. ഇല്ല, പണിയൊന്നുമില്ല. ബാച്ചുലേഴ്സിക്ക് പറഞ്ഞ ഒരു കറിയാണ്, പറഞ്ഞ ഒരു ഗീ റൈസാണ്. അപ്പൊ നിങ്ങളാണ് ഒരു ഷെഫ് വീട്ടിൽ. ഓക്കെ, മിൻറ്റ് ടീ എന്ന് പറഞ്ഞിട്ട് വെറൈറ്റി ഒക്കെ. അതൊക്കെ കുറച്ച് ഏലക്ക ഇടുക, കുറച്ച് ജിഞ്ചർ കുത്തുക, കുറച്ച് കുരുമുളക് കുത്തുക, കുറച്ച് കോഫി ഇടുക, ജഗ്ഗ ഇടുക, അങ്ങനെയൊക്കെ ആക്കി വെറൈറ്റി ആക്കി കൊടുത്താറുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ വെപ്പിച്ച് ഉണ്ട് കിച്ചൺ ക്ലീൻ ഓക്കെ നീറ്റായിട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്നറിയോ, മിൻറ്റ് ടീ ആണ്. പക്ഷെ ഞാൻ നിങ്ങളോട് കുറച്ച് സംസാരിച്ചപ്പോൾ എനിക്ക് ഐഡിയാസ് വന്നു. മിൻറ്റ് ജഗ്ഗയിൽ ഉണ്ടാക്കാണ്. അപ്പോൾ ഞാൻ പാക്കറ്റാണ് കോഫി പൊടി കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ കോഫി അത് കുടിക്കാറില്ല, ഞാൻ എൻ്റെ ഏറ്റത്ത് മാത്രമാണ്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് കോഫി ഇതിലേക്ക് വയ്ക്കുന്നതാണ് കേട്ടോ. ഇതിലേക്ക് വഹിച്ചു. പിന്നെ നോക്കിയിട്ട് നിങ്ങൾ ഗ്യാസിൻ്റെ അടുത്ത് എനിക്ക് ക്യാമറ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാവുന്നുണ്ട്, കാണുന്നില്ല എന്ന് പറയണ്ട. ഓക്കെ, ഇത് കടിച്ചു. എൻ്റെ ഷാർപ്നർ ഇറേസർ എന്താ പറയുക, കട്ട് ചെയ്യുന്നതിന് എന്താണ് പറയുന്നത് കമൻറ്റ് ചെയ്യുമോ. അപ്പം എൻ്റെ എല്ലാം ഈ ടീത്തൻ തന്നെയാണ്. ഇതിലേക്ക് ഇനി ഇട്ട് കൊടുക്കും. കോഫി പൗഡറാണ് കേട്ടോ, വേറെ ഒന്നല്ല. കാണുന്നുണ്ടല്ലോ, കോഫി പൗഡർ സൺറൈസിൻ്റെ കേട്ടോ പറയണം ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ജഗേരി പൗഡർ ഇതിൽ കുറച്ച് സ്പൂൺ എടുത്തു. ജഗേരി പൗഡർ ഒന്ന് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇതൊക്കെ ഇനി എൻ്റെ വീട്ടിൽ ഗസ്റ്റ് ആയിട്ട് ആരെങ്കിലും വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞാൽ ദയവായിട്ട് വേണ്ട ഒന്ന് പറയരുത്. ഞാൻ ക്ലീൻ ആയിട്ട് നീറ്റായിട്ട് ഉണ്ടാക്കും. പക്ഷെ ഇന്നത്തെ മാത്രം ഒന്ന് ക്ഷമിക്കണം. ഈ കയ്യിൽ തന്നെ അതിലേക്ക് ഇടും, കാരണം എൻ്റെ വീട്ടിലുള്ള ആൾക്കാർ മാത്രമല്ല. അപ്പോൾ ആൾക്കാർ വന്നിട്ട് ആരും ഫുഡ് കഴിക്കില്ല ഇന്ന്. കുറച്ച് മധുരം കുറവാണ്. അപ്പോൾ ഇനി ആരെങ്കിലും ഗസ്റ്റ് വന്നിട്ട് നോക്കിയിട്ട് ഈ ജഗ്ഗിൽ പൗഡർ കഴിക്കാതിരിക്കണ്ട. കുറച്ചിലേക്ക് ജഗ്ഗിൽ പൗഡർ ഇട്ട് കുറച്ച് മിക്സാക്കി കുറച്ച് മാറ്റി. അടിപൊളി ടേസ്റ്റ് ആണെന്ന് ചോദിച്ചാൽ ഇതിന് ലെമണാണ് എടുത്തിട്ടുള്ളത്. ലെമൺ ഒന്ന് ടുഷ് ഒന്ന് കട്ട് ചെയ്തു. ഇനി ഇതൊന്നും എടുത്തു. ഇനി ഇത് വെച്ചിട്ട് ഇനി ഇങ്ങനെ പിണ്ടി കൊടുക്കണം കേട്ടോ. പിണ്ടിയിട്ട് കോഫിക്ക് ഇങ്ങനെ പിണ്ടി കൊടുക്കുക. ഇങ്ങനെ നല്ലോണം പിണ്ടി കൊടുക്കണം. ഇത് മൈസ് പിഴിഞ്ഞിട്ട് കേട്ടോ, പിഴിഞ്ഞ് കൊടുക്കാം. ഇനി ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കുക. ഇതാണ് ഗൈസ് ടേസ്റ്റ്. ഇതിലേക്ക് ഞാൻ ക്ലൗസ് ഇട്ടിക്കണം, ഏലക്ക ഇട്ടിക്കണം കേട്ടോ. മസാലയുടെ ഫ്ലേവർ വിത്ത് കോഫി. യം 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 റിഫ്രഷിംഗ് ആയിക്കോട്ടെ. ഞാൻ ഫുഡ് കാര്യങ്ങളൊക്കെ ആയി. ചിക്കൻ കറി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കണ്ടില്ലേ, ഫിനിഷ് ആയി നമ്മുടെ ചിക്കൻ കറി. Chicken curry is a finish. Chicken
അപ്പൊ ചിക്കൻ കറി ഫിനിഷ്. ഞാൻ ഇപ്പൊ ടേസ്റ്റ് ചെയ്ത് നോക്കാണ്. സൂപ്പർ സൂപ്പർ റെഡിയായി. സോ നമ്മളെ ഗീ റൈസ് കണ്ടിട്ട് ഗൈസ്, സൂപ്പർ ഗീ റൈസ് ആണ് കേട്ടോ. സൂപ്പർ. നിങ്ങൾ ലൈഫിൽ ഇങ്ങനത്തെ ഗീ റൈസേ കഴിച്ചിട്ടുണ്ടാവില്ല. അത്രയ്ക്ക് ടേസ്റ്റിയായ യമ്മി യമ്മി ആയ ഒരു ഗീ റൈസ് ആണ്. ಅಪ್ಪ ಖಾಲಿ ಇಲ್ಲ ಅಂತ ನನಗೆ ಗೊತ್ತಿಲ್ಲ, ಆದರೆ ಅಪ್ಪ ಖಾಲಿ ಆಗಲಿಲ್ಲ ಅನ್ನೋದು. അങ്ങനെ ഞമ്മളെ ഗീ റൈസ് എടുത്തു. കണ്ടില്ലേ ഗീ റൈസ്. അങ്ങനെ നമ്മളെ ഗീ റൈസ്. പിന്നെ സ്റ്റൈലിഷിന് വേണ്ടി സ്റ്റൈലാക്കാൻ പോയിട്ട് ഇതാ വലിയൊരു സ്റ്റൈലായി. അങ്ങനെ ഇട്ടു. എനിക്ക് സമയമില്ല, എൻ്റെ മൊബൈലിൽ ഇതിലൊക്കെ ക്യാമറയിൽ ചാർജ് ഇല്ല. അത് പിന്നെ വേഗ വലിച്ചെടുക്കണം. പിന്നെ എൻ്റെ ലോകത്തിലും ആരും ചെയ്യാത്ത, ആരും ഉണ്ടാക്കിയിട്ട് കഴിക്കാത്ത ബാച്ചുലർ ചിക്കൻ കറി ഇട്ട് കൊടുത്തു. അപ്പൊ നമ്മളെ വീട്ടില് ഞാനൊരു പണിക്കാരത്തെയാണ്. ഞാൻ കുക്കിംഗ് ഉണ്ടാക്കിയാൽ ഇവിടുത്തെ ഓണേഴ്സ് വന്നിട്ട് കഴിക്കും. അപ്പൊ മെയ്ഡിന്റെ ജോബ് പണിയാവുക, കുക്കിംഗ് ഉണ്ടാക്കുക, ഇട്ട് കഴിക്കാം. പിന്നെ ജോലിക്കാരത്തെയാണ്, ഞാൻ ഇവിടുത്തെ ജോലിക്കാരത്തെയാണ്. പക്ഷെ എനിക്ക് ഒരു എല്ലാ ഫ്രീഡം തന്നിട്ടുണ്ട് കേട്ടോ. കുക്കിംഗ് ഉണ്ടാക്കുക, ഇഷ്ടം പോലെ കഴിക്കുക. പക്ഷെ ഞാൻ ഇട്ട് കൊടുത്തിട്ട് അവരെ ടേബിളിൽ വലമ്പി വെച്ചിട്ട് വിളിക്കണമെന്നില്ല. അവർ തന്നെ വന്നിട്ട് അതൊക്കെ എടുത്ത് കഴിച്ചോളും. അപ്പൊ ഒരു മെയ്ഡായ എനിക്ക്, അതായത് വീട്ടു ജോലിക്കാരിയായ എനിക്ക് ഇത്ര ഫ്രീഡം തന്ന ഈ വീട്ടിന്റെ ഓണർക്ക് നന്ദി. അല്ലല്ല രണ്ടായിരം. അപ്പൊ ഇവിടെ എനിക്ക് പറഞ്ഞ ഇവിടെ ഇവർക്ക് എന്താ ഞാൻ വെച്ച് കൊടുക്കുന്നത്, കട്ടനാണെങ്കിൽ കട്ടൻ, അതൊക്കെ എനിക്ക് കുടിക്കാൻ തരട്ടെ. തിന്നാനൊക്കെ നല്ലോണം തരും. എന്റെ വീട്ടിന്റെ ഓണേഴ്സ് ഒക്കെ ഭയങ്കര നല്ല ആൾക്കാർ അല്ലമ്മ. ഞാൻ എന്റെ വീട്ടിന്റെ ഓണറിന്റെ ഒക്കെ എന്താ വിളിക്കുന്നേ, ഉമ്മാന്ന് വിളിക്കുന്നത്. അത്രയ്ക്ക് സ്നേഹമാണ്. എന്റെ എല്ലാ കാര്യങ്ങളൊക്കെ നോക്കി നടത്തും. ഇത്രയൊക്കെ മെയ്ഡുക്ക് സപ്പോർട്ട് കിട്ടുന്നത് ഇത് കണ്ടില്ലേ. പിന്നെ ഈ കുട്ടികളെ നോക്കുന്ന ആയാണ്. കുട്ടികളൊക്കെ നോക്കുന്ന ഇവർക്ക് ഫുഡ് കൊടുക്കുക, ഇവരെ കാര്യങ്ങൾ നോക്കി നടക്കുക, ഇവർ പിന്നാലെ നടക്കുക. ഇവരെ എന്റെ ഉമ്മച്ചിന്ന് വിളിക്കും. സൗദാന്ന് സംടൈം ആയാന്റെ പേര് വിളിക്കും, സംടൈം ഉമ്മച്ചിന്ന് വിളിക്കും. അപ്പൊ ഈ ജോലിക്കാരത്തിന്റെ യൂട്യൂബ് ചാനലാണ് ഇത് പുതിയതായിട്ട് തുടങ്ങിയത്. അപ്പൊ ഈ വീട്ടിലത്തെ ഓണറാണ് പറഞ്ഞത്, നീ ആയ മെയ്ഡ് എന്ന് പറഞ്ഞിട്ട് സങ്കടം ഒന്നും പെടരുത്. ഈ വീട്ടിൽ വന്നിട്ട് ഈ വീട്ടിൽ നിന്റേതുപോലെ തന്നെ ഫോളോ ചെയ്യണം. നേരെപോലെ തന്നെ വീട് ക്ലീനൊക്കെ ചെയ്തിട്ട് വൃത്തിയാക്കിയിട്ട് ചെയ്യണം. ഇന്നൊരു ഓണറുണ്ട്, വീട്ടിൽ മോളാണ്, വലിയ മോൾ. അത് ഭയങ്കര ചൂടാണ്. അത് ഇപ്പൊ കേൾക്കുന്നുണ്ട് സൗണ്ട്. അപ്പൊ എന്തായാലും ഫസ്റ്റ് അവർ കഴിക്കട്ടെ, ഇവിടുത്തെ ഓണേഴ്സൊക്കെ വന്ന് കഴിക്കട്ടെ. ഞാൻ എൻ്റെ കാര്യങ്ങൾ ഞാൻ നോക്കാം. അപ്പൊ നമ്മളെ ഫുഡ് അടിപൊളിയാണോ, ടേസ്റ്റ് എന്താ നിങ്ങൾ നോക്കാത്ത, മോളിൽ തന്നെ നോക്കണം. ഇത് ഞാൻ പഠിപ്പിച്ചു തരാം എങ്ങനെ കഴിക്കണം എന്നുള്ളത്. കാണുന്നില്ല കേട്ടോ, അപ്പൊ നിങ്ങൾ ബഗ്ഗുന്നുണ്ട്, എന്ത് ബഗ്ഗുന്നില്ല. ഓക്കെ, ഞങ്ങൾ ഇതാ മൈക്കലശ്ശേരി ഉണ്ടല്ലോ, മൈക്ക് ടേസ്റ്റിംഗ്. നമ്മള് ചിക്കൻ കറി ഇങ്ങനെ കൂട്ടുന്നു, ഗീ റൈസ് ഇങ്ങനെ തിന്നുന്നു. എന്റെ അവിടുത്തെ മെയ്ഡല്ല, എന്റെ എന്ത് സാധനം പൊട്ടിയാലും ചോദിക്കാൻ പറയാൻ ആളില്ലല്ലോ. അവർ തരുന്ന ശമ്പളത്തിന് മാത്രം കണക്കാണുള്ളത്. അല്ല ആന്റി, അറിയുമ്പോ ഇതാ കട്ടനാണ് കേട്ടോ. ഇതാ കട്ടനാണ് കേട്ടോ. സോ യമ്മി. ഈ ആൾക്ക് ഇംഗ്ലീഷ് ഒക്കെ അറിയട്ടോ, കുറച്ച് ബട്ടിലാറ്. സൂപ്പറാ. എന്താ ഇങ്ങനെ നോക്കും ഞാൻ കഴിക്കുമ്പോ? ഫുഡ് യമ്മിയാണ്, പക്ഷെ എല്ലാവർക്കും കഴിക്കാൻ തന്നിട്ടില്ല. അവൻ ഈ പ്ലേറ്റ് മാത്രമാണ് ഉള്ളത്, കുട്ടികളൊക്കെ പട്ടിണി.
അപ്പൊ ഫുഡ് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടാ ഇതെവിടെ കുട്ടി കഴിക്കുന്ന ഫുഡ് ഇതെവിടെ എന്റെ മൊയ്ത് കഴിക്കുന്ന ഫുഡ് അല്ല മൈജ ടേസ്റ്റ് ഉണ്ട് ഫുഡ്. അപ്പൊ എന്റെ വീട്ടിലത്തെ എന്റെ ഓണർ എന്താ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു ഉച്ചയാറ് ഇത് വിന്തല്ല ഈ ജോലിക്കാരോട് എന്ത് ജോലി ചെയ്യിപ്പിക്കാൻ രാവിലെ തുടങ്ങുക ഈ ജോലിക്കാരോട് ചീത്ത പറഞ്ഞ് ചെയ്യിപ്പിക്കാന്. ഇപ്പൊ ഇവിടുത്തെ വലിയ ഓണറിന്റെ വലിയ മോളുണ്ടല്ലോ ഒരു പണിയെടുക്കൂല. രാവിലെ എണീച്ചിട്ട് വെബ് സീരീസ് നോക്കും, അതന്നെ പണിയാ. അത് നോക്കിയാ പിന്നെ രാത്രി വരെ തന്നെ പിന്നെ ഒന്നുമില്ല. എന്തെങ്കിലും പറഞ്ഞാല് ഈ കുട്ടി അടിയായിരിക്കും ഇതിനോട്. ഉണ്ടാക്കി കൊടുക്കാറുണ്ട് നൈറ്റും. പിന്നെ എന്നേലും ഇല്ല ഒന്നും ഫുഡില്ല, ഓൺലി ഓർഡർ ആക്കട്ടെ പറഞ്ഞപ്പോ അതിന്റെ 800-900 ബില്ല് കാണുമ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പോയിട്ട് ഉപ്മാ ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞു. ഉണ്ടാക്കും, സജ്ജിക ഉണ്ടാക്കും. അതെ ഉപ്മാ ഉണ്ടാക്കാൻ പോകും. പിന്നെ ഒരു പണി എടുക്കുന്നില്ല പറയുമ്പോ ഇവിടെ ആരും ഒരു പണി എടുക്കുന്നില്ല. ഇവിടെ ആകെ ഒരു കുക്കിംഗ് ആണ്. ഉണ്ടാക്കുന്നത് എന്തെങ്കിലും ഇവിടെ ഉണ്ടാക്കിയാൽ 100 തവണ താഴ്ത്തിക്കൊണ്ടിരിക്കും. അത് ഉമ്മ ഉണ്ടാക്കുമ്പോ എല്ലാ ഫുഡ് ഉണ്ടാക്കും. ആ ഉണ്ടാക്കുന്ന ഫിനിഷ് ആവുന്ന വരെ നമ്മൾ ഇവിടുന്ന് കേട്ട് അത് ഇവിടെ പോയിട്ട് ആ ഫുഡേ വേണ്ടെന്ന് തോന്നും. അത്രയ്ക്ക് മ്യൂസിക് ആണ് ഉമ്മൻ്റെത് അല്ലമ്മ. വിശപ്പിന് വേണ്ടി വെയിച്ചതാ. പിന്നെ ഞങ്ങൾ ജോലിക്കാരല്ലേ, നമ്മളൊന്നും ഇവരെ മക്കളൊന്നല്ലല്ലോ. ജോലിക്കാരായത് കൊണ്ടാണ് അങ്ങനെയൊക്കെ നമ്മൾ കേൾക്കുന്നത്. എന്റെ കുക്കിംഗ് എന്താ പറയും. അതെ ഇവിടെ പറഞ്ഞു ഇവളെ വീട്ടിൽ പണിക്കാർക്കാണ്, ഇവളെ സ്വന്തം വീടാണ്. ഇവളെങ്ങനെ പണിക്കാറിയാവാ? ഇവിടെ വീട് ഇവിടെ തന്നെ വൃത്തിയാക്കണം. ഞങ്ങൾ വീടാക്കുന്നത് എത്ര ആവുന്നത് എത്ര കഴിക്കുന്നതും കഴിക്കും. ഉമ്മ എന്റെ ഫുഡ് കൊണ്ടല്ല ഓരോ ദിവസം നല്ലത് പറയുന്നുണ്ടല്ലോ. ഉമ്മ റൂമിൽ വന്ന് പറയാ അമ്മ യൂട്യൂബൊക്കെ കാണിച്ചിട്ട് ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്, അത് ടേസ്റ്റ് വായിൽ വെക്കുമ്പോ അറിയുന്നു. നീ സത്യം പറയും ഫ്രാങ്ക്ലി, ഫുഡ് ടേസ്റ്റ് ആയിട്ടുണ്ടോ ഇല്ലയോ? പിന്നെ ഉമ്മ എന്താ പറയുന്നത് ടേസ്റ്റ് ഇല്ലാന്ന്? അത് ഉമ്മാന്റെ നാവ് കഴിച്ചിട്ടിരിക്കുകയാണ് പണി പിടിച്ചിട്ട്. അതായിരിക്കും ഇത്രയോ ഒരു അടിപൊളിയായ ഫുഡ്. ഞാൻ പറഞ്ഞതാണ് ഓൾറെഡി അവർ ഭാര്യമാർക്ക് ഉണ്ടാക്കണം ഇങ്ങനത്തെ ഫുഡ്. നീ എങ്ങനെ പറഞ്ഞാൽ അവർ എങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമോ? ഫുഡ് അടിപൊളി കേട്ടല്ലോ, ഫുഡ് അടിപൊളിയാ. ഞാൻ ഓൾറെഡി